I am very wrong You're dealing with the wrong person. അപ്പൊ നമ്മുടെ ഈ ഇൻട്രോ കണ്ടിട്ട് എന്താ നിങ്ങൾ വിചാരിക്കണ്ടാവും, വേറെ ഒന്നല്ല, നമ്മള് ഒരു മൂവി റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. മാർക്കോ ഒന്നും പറയാനില്ല, ഒന്നൊന്നര മൂവിയിലെ ശരിക്കും വേറെ എക്സ്ട്രീം ലെവൽ മൂവി എന്ന് പറയുന്ന പോലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. അതെ, ഞാനും അമ്മയും പോയി കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇത് അങ്ങനെയാണല്ലോ അവർ പറയുന്നത്, ഇത് സ്ത്രീകള് ഗർഭിണികളായിട്ടുള്ളവര് അങ്ങനെയുള്ളവരൊന്നും കാണാൻ രാത്രി 12 അതെ, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ പോയി കണ്ടത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇവിടെ റോഡ് സൈഡിലാണ് ഞാൻ വീട്. അത് കാരണം വണ്ടികൾ എന്നും ഇല്ലാതെ തിരക്ക്. നമ്മൾ വീഡിയോസ് എടുക്കണം, അതിന്റെ സൗണ്ടിന്റെ ദയവായി ക്ഷമിക്കുക. എന്തെങ്കിലും ക്ലിയർ ആവുന്നില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കാം. നമ്മൾ അത് ക്ലാരിഫിക്കേഷൻ തരുന്നതായിരിക്കും. ശരി. അപ്പൊ ഇത് നമ്മുടെ അഭിപ്രായമാണ് കേട്ടോ, ഈ മൂവി റിവ്യൂല് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പണം ഇഷ്ടമായി ഒരുപാട്. എനിക്കും മാത്രല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനും. ഈ സിനിമ ഡീഗ്രേഡ് ചെയ്യുന്നവര് കുറെ പൊട്ടന്മാരായിരിക്കും. ശരിക്കും അതെ കേട്ടോ, അതെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡീഗ്രേഡ് ചെയ്യാനും മാത്രം ഒന്നും ഇല്ല അതില് പടത്തില്. കാരണം തമിഴ് തെലുങ്കൊക്കെ കണ്ടിട്ട് എന്താ പറയാ, ഇങ്ങനെ ഹൈപ്പ് ഇടാന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ശരിക്കും, അതായത് എന്റെ പേഴ്സണൽ അഭിപ്രായം പറയാം, പുഷ്പ 2 കൊടുത്ത ഹൈപ്പൊക്കെ വെച്ച് നോക്കുമ്പോ ഈ മൂവിക്കൊക്കെ ശരിക്കും എത്ര കൊടുക്കണമല്ലോ. തമിഴിലും തെലുങ്കിലൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു, അത് നമ്മുടെ ആളുകൾ ഏറ്റെടുക്കുന്നു. പക്ഷെ ഇത് അങ്ങനത്തെ കോമാളികളൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു ക്ലീൻ മൂവി. പക്ഷെ വയലൻസ് എനിക്ക് പേഴ്സണലി അങ്ങനെ വയലൻസ് മൂവി അല്ലെങ്കിൽ സീരിയൽ കില്ലർ മൂവീസ് ഒക്കെ ഞങ്ങൾ ഓൾമോസ്റ്റ് കാണാറുള്ള മൂവീസ് അങ്ങനത്തെ സീരിയൽ കില്ലിംഗ് മൂവീസ് അങ്ങനത്തെ കാണുന്നത് തന്നെയാണ്. അപ്പൊ എന്താ ഇതിലിപ്പോ സ്ത്രീകൾ പോയി കാണരുത് അല്ലെങ്കിൽ ഗർഭിണികൾ പോയി കാണരുത് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ കുറച്ച് സീനുകൾ പറയുന്നില്ല, അത് കുറച്ച് മനക്കെട്ടിയുള്ള. അതന്നെ, അങ്ങനെ തന്നെ പറയാം. കാരണം ഈ സിനിമയില് സ്ത്രീകളെന്നോ അല്ലെങ്കിൽ കുട്ടികളെന്നോ അല്ലെങ്കിൽ ഗർഭിണിയെന്നോ പ്രായം അങ്ങനത്തെ വേർതിരിവൊന്നും കാണിച്ചിട്ടില്ല. കാരണം അവർ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. അതെ, അത് തുടങ്ങുന്നതിന് മുന്നേ അവർ എഴുതി കാണിക്കുന്നതും ഉണ്ട്. അവര് തികച്ചും, അതായത് ഒരു സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും പോയി കാണാവുന്നതേ തന്നെ ഉള്ളൂ. അതായത് ശരിക്കും നമുക്ക് കുറച്ചൊക്കെ ഇത് വരും, ഒരു എന്താ പറയാ, ഒരു പേടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഒരു മനക്കരുത്തും അതുപോലെ തന്നെ അതൊരു സ്റ്റോറിയാണ്. പിന്നെ നമ്മള് ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും എങ്ങനെ. അതെ. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം, റിവഞ്ച് കുറച്ചും കൂടി ഒന്ന് ഹാർഡ് ആക്കായിരുന്നു. റിവഞ്ച് കുറച്ച് സോഫ്റ്റ് ആയി പോയി. അതേ ഞാൻ പറയുള്ളൂ. അതെ, അത് ഞാൻ പറയില്ല. ഇതിലൊരാളും കൂടി ലാസ്റ്റ് വരുന്നുണ്ട്. ആ വ്യക്തിയോടാണ് ശരിക്കും നമുക്ക് ദേഷ്യം ശരിക്കും. ലാസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന 2 പേരോട് എനിക്ക് ദേഷ്യം ഉണ്ടായി. അപ്പൊ കുറച്ചും കൂടി സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ. അതായത് മസ്റ്റ് ട്രൈ മൂവിയാണ്, എന്തായാലും പോയി കാണണം. അത് ഞാനിപ്പോ സ്ത്രീകളാണെങ്കിൽ ഞാൻ പോയി കാണണം എന്നേ പറയുള്ളൂ. അതായത് മനക്കരുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക. ശരി. ഓ, സൂപ്പർ ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട അഭിനയം ഈ പറഞ്ഞ പോലെ സിദ്ദിഖ്, ഉണ്ണിമുകുന്ദൻ, അവരൊക്കെ എന്താ പറയാ, ജഗദീഷ്, അവരൊന്നും എല്ലാവരും അതായത് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖിനോടൊക്കെ എനിക്ക് സിനിമ കുറച്ചും കൂടി ഇഷ്ടം തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഇതിന്റെ ഒരു മികായൽ എന്നുള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സിനിമയാണ് ഇത്. അപ്പൊ അതിലെന്ന് പറയുമ്പോൾ സിദ്ദിഖിന്റെ ക്യാരക്ടർ കുറച്ചും കൂടി ഒരു ഹീൽ ക്യാരക്ടറാണ്, നെഗറ്റീവ് ഇതാണ്. ഇല്ലെന്ന് പറയുന്ന സമയത്ത് നല്ല സോഫ്റ്റ് അല്ല, എന്നാലും ഒരു കൈൻഡ് ഓഫ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത്. അതായത് ഫാമിലി ഡിപ്പെൻഡ് അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഉണ്ണിമുകുന്ദന്റെ ഇൻട്രോ കാര്യങ്ങള് അല്ലെങ്കിൽ ആ ഒരു വരുന്ന ഒരു സീനുകൾ എന്നൊക്കെ പറഞ്ഞത് വളരെ അടിപൊളിയായിട്ട് അവർ അതിന്റെ ഒരു പിക്ചറൈസേഷൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ. കാരണം ഇനി എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങുന്നുള്ളത്. എനിക്ക് ഇന്ത്യയിലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മലയാളത്തിൽ സിനിമ ഇറങ്ങുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുപോലെ ആക്ഷൻ ചെയ്യാൻ മാത്രം വേറെ ആരെങ്കിലും പറ്റും എനിക്ക് തോന്നുന്നില്ല. ഇല്ല, നമ്മള് ആക്ഷൻ മൂവീസ് എല്ലാം വെച്ച് നോക്കുമ്പോഴും ഇത് തന്നെയാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത്. ഒരു ഫൈറ്റ് സീക്വൻസിലൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റി കാണുന്നത്. അതുപോലെ ആ ഒരു BGM അതെടുത്ത് പറയേണ്ടതാണ്. അതായത് ഒരു BGM വരുന്നുണ്ട്. അതുപോലെ ഒരു ഡയലോഗ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, കാറിന്റെ മുകളിൽ കയറിയ ഡയലോഗ് ഉണ്ട്. അതൊന്ന് നിങ്ങൾ കണ്ടിട്ട് ഏതായിരിക്കും എന്നുള്ളത് കമന്റ് ചെയ്ത് പറയാം. കമന്റ് ചെയ്തോളന്നില്ല, കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഡയലോഗാണ്.
പക്ഷെ എന്നാലും അതും എന്താ പറയാ ഒരു ശരിക്കും ഒരു മാൻലി ക്യാരക്ടറാണ് എനിക്ക് അതിൽ തോന്നിയത്. അതെന്ന് വെച്ചാൽ മറ്റേ പറഞ്ഞാൽ കുറച്ച് എപ്പോഴും ഒരു റൊമാൻസ് അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എന്താണോ അവര് അവിടെ ഡെലിവറി ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റ് അവരെ കൊണ്ട് ഉണ്ണിമുഖത്തിനെ കൊണ്ട് അവരോട് ചെയ്യിച്ചത്. അതാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്ക് ഒരു പേടിയില്ലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മ ഇവളെ കൊണ്ട് രാത്രി സിനിമയ്ക്ക് നമ്മൾ പോകുന്നത്. അപ്പോ ഇവരെങ്ങനെ ഈ സിനിമ ഡൈജസ്റ്റ് ആകുമെന്ന് എനിക്ക് അച്ഛന് പിന്നെയും കുഴപ്പമുണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും ഞാനൊക്കെ അങ്ങനത്തെ സിനിമകൾ കാണാറുണ്ട്. എന്റെ കൂടെ കൂടി കല്യാണത്തിന് ശേഷമാണ് ഞാൻ അതെ ആ റോങ് ടേൺ മാത്രം കണ്ടാൽ മതിയായിരുന്നു. വരച്ചെടുക്കുക, കണ്ണ് വരച്ചെടുത്ത് ചവച്ച്. അപ്പൊ പക്ഷെ എന്നാലും ഇതൊരു മലയാളം നോക്കുന്ന സമയത്ത് മലയാളത്തിൽ ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടില്ല. ഞാൻ ഞെട്ടിയത് രാത്രി 12 മണിയുടെ ഷോയിലും ഹൗസ്ഫുൾ ആയിരുന്നു. അതാണ് ശരിക്കും ഏറ്റവും. അതിൽ സ്ത്രീകളുണ്ട്, പ്രായമായവര് അങ്ങനെ 1-2 പേരെ കണ്ടു. എന്നാലും ഉണ്ട്. പക്ഷെ എന്നാലും പടം എനിക്കവിടെ മനക്കരുത്തുള്ള ആർക്കും പോയി കാണാം. അതാണ് ഈ മൂവിയുടെ ഒരു 2 മണിക്കൂർ 47 മിനിറ്റോളമാണ് സിനിമ വരുന്നത്. പക്ഷെ ആ സിനിമ തീർന്നു ഞാൻ അറിഞ്ഞില്ല. ഞാനും ശരിക്കും അതായത് വേഗം തീർന്ന പോലെ തോന്നി. ഞങ്ങൾ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ ഓൾറെഡി 12 മണി ആയിട്ടുണ്ടായിരുന്നല്ലോ, ഇനി ടൈം ഇത്ര എടുക്കില്ലേ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുന്നു. പക്ഷെ അത്ര ടൈം പോയത് അറിഞ്ഞില്ല. ആദ്യമൊക്കെ ഞാൻ മൂവി കാണുമ്പോ കിടന്ന് ഉറങ്ങുകയല്ലേ ചെയ്യാറ്. ഞാൻ അതായത് ഒരു സെക്കൻഡ് ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ടാവില്ല പകുതി സീക്വൻസ് ഒന്നും. പക്ഷെ ഇതൊക്കെ ഞാൻ ഫുൾ ഇരുന്ന് വാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില സീക്വൻസ് വന്നപ്പോ ഞാനൊന്ന് ഇങ്ങനെ കണ്ണുപൊക്കിയായിരുന്നു. പിന്നെ അവരുടെ ആ ഒരു ഹോൾ മാർക്കോ ടീമിന്റെ ഒരു ഹാർഡ് വർക്ക് അത് അതിൽ കാണുന്നുണ്ട്, ആ മൂവിയിൽ കാണുന്നുണ്ട്. ഹാർഡ് വർക്ക് പേ ഓഫ് എന്ന് പറയുന്നത് അതിലൊരു ഫൈറ്റ് സീൻ ഉണ്ട്. ഓക്കെ, അത് ഇവൻ ഒരു ആളെ രക്ഷിക്കാനായിട്ട് പോകുന്ന സീൻ ഉണ്ട്. അതിലൊരു ഫൈറ്റ് സീൻ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ശ്വാസം പിടിച്ചു നോക്കില്ല, അങ്ങനെ ഒരു ഫൈറ്റ് സീനാണ് ശരിക്കും. മനസ്സിലായി? അതൊന്നും നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമയായിട്ട് എടുത്ത് കഴിഞ്ഞാൽ അതൊരു സ്റ്റോറിയാണ്. സ്റ്റോറി ആയാലും നമ്മൾ അതിന്റെ രസത്തിൽ എടുക്കും വേണം, അല്ലാതെ ഇങ്ങനെ വിചാരിച്ചിരുന്നിട്ടും കാര്യമില്ല. പക്ഷെ എന്നാലും അതൊരു 247 സെക്കൻഡ്സ് ഉള്ള ഒരു ഇതാണെന്നുള്ളത് നമുക്ക് ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വാച്ച് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയാ സിനിമയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ശരിക്കും നമ്മൾ എങ്ങനെ ഒരു സിനിമ നടന് അവര് യൂസ് ചെയ്യണം, ഒരാള് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഓരോ ക്യാരക്ടറിനെയും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ജഗദീഷും സിദ്ദിഖിനൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ റോളൊന്നും എനിക്ക് പുത്തിരി ഇല്ല. അവരൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുന്ന കാരണം അവർക്ക് ഇതൊന്നും വലിയൊരു. പിന്നെ കുറച്ച് പേരൊക്കെ പുതിയ മുഖങ്ങളുണ്ട്. എനിക്ക് അതിലത്തെ ലേഡി ക്യാരക്ടേഴ്സ് ഒക്കെ പുതിയ ഫേസസ് ആ തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ്, ഇപ്പൊ വില്ലൻ ക്യാരക്ടേഴ്സിന് 1-2 പേരെയൊക്കെ കണ്ട് ഇങ്ങനെ പല സിനിമയിലും കണ്ടപ്പോ പർട്ടിക്കുലർലി പേരൊന്നും നമുക്ക് ഇതൊക്കെ അറിയില്ല. പിന്നെ ഡിഫൻഡേഴ്സിന്റെ ഒഴുക്കാണ് സിനിമയില് അതൊന്നും കാണണം. ഡിഫൻഡേഴ്സ് ഇഷ്ടപ്പെടുന്നവരും കാണണം പറ്റും. പിന്നെ ഇതിലങ്ങനെ അതായത് സോങ് അങ്ങനത്തെ ഇതൊന്നും ഇതില് എന്താ പറയാ സോങ് ഉണ്ട്, പക്ഷെ അതൊന്നും അത്ര ഇതായിട്ട് കൊടുത്തിട്ടില്ല. എല്ലാ സിനിമകളിലും കൊറേ ലെങ്തി സോങ്ങുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കൊറേ ലവ് സീൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ അങ്ങനത്തെ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് ആരും പോകേണ്ട ആവശ്യമില്ല. അതായത് ഇത്രയുള്ളൂ മെയിൻ ആയിട്ട്. സെക്കൻഡ് ഹാഫ് വരുന്ന സമയത്ത് അതില് ആ ഒരു കഥ തിരിയുന്ന സമയം തൊട്ടിട്ട് അതിൽ കുറച്ച് ഒരു ബ്രൂട്ടാലിറ്റി ഉണ്ട്. അതായത് ഇപ്പൊ എന്റെ ഫാമിലിയോട് കാണിക്കുന്ന ഒരു സീന്, അത് ശരിക്കും കുറച്ച് ഒരു ഹാർട്ട് ടച്ചിങ് കൂടെയാണ് കേട്ടോ സംഭവം. അതായത് നമുക്കത് കാണുമ്പോ കുറച്ചുകൂടെ ഒരു ഫീലിങ്സ്. എന്റെ അമ്മയൊക്കെ പറഞ്ഞ സിനിമ കാണുമ്പോ അവര് ശ്വാസം അടക്കി പിടിച്ചിരുന്നിട്ട് അതാ സെക്കൻഡ് ഹാഫില് എന്താ പറയാ താനേ വന്നോളും ആ ശ്വാസം ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ആ റിവഞ്ച് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്കും ആ ഹരം കേറുക എന്ന് പറയില്ലേ. അപ്പൊ എന്തായാലും ഞാൻ ഇനിയും പ്രാർത്ഥിക്കുന്നു ഉണ്ണിമുകുന്ദൻ ഇതുപോലെ നല്ല സിനിമകൾ ചെയ്യാൻ. എന്നാലും നമുക്കും കാരണം നമ്മളൊരു സിനിമ നമ്മൾ കാണാൻ പോവാന്ന് പറയുമ്പോ നമ്മള് എന്താ പറയാ എപ്പോഴും സങ്കടം മാത്രം അല്ലെങ്കിൽ എപ്പോഴും വെറും ലവ് സീൻസ് മാത്രം നമുക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് മൂവി എന്ന് പറയുന്ന സമയത്ത് ചിലവര് എഴഞ്ഞു തൂങ്ങി ഉറങ്ങുന്ന സിനിമയൊക്കെ ഇഷ്ടപ്പെടാറില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള സിനിമ തന്നെയാണ്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ നമ്മള് പണി കണ്ടു, അതും നല്ല മൂവിയായിരുന്നു. നമ്മള് 2 വട്ടം വാച്ച് ചെയ്തു. 3 വട്ടം കണ്ടു.
നിന്റെ കൂടെ 2 വട്ടം കണ്ടു, എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ 2 വട്ടം കണ്ടു. ഓ ശരിയാ, 3 വട്ടം കണ്ടു ഞാൻ 2 വട്ടം കണ്ടു. അതും നല്ല മൂവി. അങ്ങനെ ഇതാണ് നമ്മുടെ സിനിമയെ കുറിച്ചുള്ള ചെറിയൊരു. എന്തായാലും ഇയർ എൻഡിങ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നമുക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ മലയാളം ഇൻഡസ്ട്രിയിൽ നല്ല നല്ല സിനിമകൾ കിട്ടുമെന്നുള്ളത്. ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കാം. അതെ, മനക്കരുത്തുള്ളവർ മാത്രം പോയി കാണുക കേട്ടോ. അതും കൂടെ നമ്മള് പ്രത്യേകം പറയണല്ലോ. ഞാൻ അതെ എന്നെ മാതൃകയാക്കി എല്ലാവരും പോയി കാണുക. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ. പിന്നെ ഇതിൽ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ചാൽ സൗണ്ട് എഫക്ട്സ് ഒന്നും എനിക്ക് അധികം അത്രയ്ക്ക് ഇതായിട്ട്, അതായത് നമ്മൾ നോർമലി നമ്മളൊരു മൂവി പോയില്ലേ, ഇതാ മോഹൻലാലിന്റെ മലയക്കോട്ടെ വലുത്, അതിലൊക്കെ വെറും സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. അല്ല, ഞാൻ കമ്പയർ ചെയ്യല്ല, ഞാൻ സൗണ്ട് എഫക്റ്റിന്റെ കാര്യം ഉദ്ദേശിച്ച് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ സൗണ്ടിന് പ്രശ്നം ചിലവർക്ക് അങ്ങനെ ഉണ്ടാവില്ല, സൗണ്ട് കേൾക്കുമ്പോ പ്രശ്നം അതൊന്നും ഉള്ള സൗണ്ട്സ് എന്ന് പറയുന്നത് സൂപ്പർ ആയിട്ടുണ്ട്. അതും നമ്മൾ എടുത്തു പറയാം. അതുമല്ല, പിന്നെ നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റും പോകും കാണാൻ. ഇനി പറഞ്ഞു ഞങ്ങൾ ലാസ്റ്റ് മൂവി ഫുള്ള് ഇരുന്ന് പറയേണ്ടി വരും. അപ്പൊ എന്തായാലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക, അഭിപ്രായം അറിയിക്കുക. ഇനിയും വീഡിയോസ് കാണണം, നമ്മുടെ കാണുന്നുണ്ടെങ്കിൽ എന്താ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. അതെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.